എന്നുവെച്ചാൽ ഒരു വലിയ ബ്രാൻഡിന്റെ മെയിൻ വീവർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവരുമായിട്ട് ഡീൽ ചെയ്യുന്നില്ല അവര്. പക്ഷെ ആ വീവർ എന്നോട് ഞാനൊരു കൺസെപ്റ്റ് പറഞ്ഞു, ഇങ്ങനെ ചോക്കർ ബോർഡർ ഇങ്ങനെ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്നെ ചെറിയ ഒരു ചിരിയോടുകൂടി, നീ ഒരു കാര്യം ചെയ്യും, ഒരു 20 സാരിക്ക് ഓർഡർ ചെയ്യാം, 20 സാരിയാണ് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 20 സാരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളതായിരുന്നു. പറഞ്ഞിട്ട് പോയി. അടുത്ത മാസം ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേന് ആ സാരി അവിടെ ഉണ്ട്. ആ സാരി നമ്മുടെ കേരളത്തിലുള്ള ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോറൂമിൻ്റെ മെയിൻ സിഗ്നേച്ചർ സാരി ആയിട്ടാണ് അത് ഇറങ്ങിയത്. അതിനകത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു കൺസെപ്റ്റാണ്, അത് ഇത്രയും വലിയതായി. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടുക. അപ്പം അതിനുശേഷം ആ വ്യൂവർ പറഞ്ഞു, കാരണം എനിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ട് ഇറക്കാൻ പറ്റത്തുമില്ല. ഒന്നുമില്ലേ, ഈ സാരി എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചാണല്ലോ, എങ്ങനെയാണെങ്കിലും ആരുടെ കൈ കൂടെ വളർന്നാലും ആ സാധനം വളരുക എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി വ്യത്യാസമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ആ ഒരു കാര്യം അതിനുശേഷം ഈ വ്യൂവർ എന്നോട് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു കാര്യം ചെയ്യും, ഒരു സാരി പോലും എടുക്കണ്ട, നീ കൺസെപ്റ്റ് പറഞ്ഞു, ഞാൻ ചെയ്യാം. അങ്ങനെ പറയുന്ന സ്റ്റേജിലേക്ക് വരെ നമ്മൾ എത്തി.